ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ നോക്കുന്നത് ഡിറ്റർമിനൻസ് എന്നുള്ള ടോപ്പിക്കാണ്. HSA മാത്തമാറ്റിക്സിൻ്റെ മൊഡ്യൂൾ 2 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മെട്രിസസ് എന്നുള്ളത്. കഴിഞ്ഞ 2016 HSAയുടെ എക്സാമിൽ 7 ക്വസ്റ്റ്യൻസാണ് ഈ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതായത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൽ നിന്നും വന്നിരിക്കുന്നത്. നമ്മൾ അന്നേരം കഴിഞ്ഞ 3 ക്ലാസ്സുകളാണ് ചെയ്തത്. അതിൽ ചെയ്തത് മെട്രിക്സിൻ്റെ അഡീഷൻ നോക്കി, മൾട്ടിപ്ലിക്കേഷൻ നോക്കി, ട്രാൻസ്പോസ് നോക്കി, സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, ഇതൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഡിറ്റർമിനൻസ് ആണ് നോക്കുന്നത്. നമുക്ക് ഡിറ്റർമിനൻസ് നോക്കാം. എന്താണ് ഡിറ്റർമിനൻസ്? ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മെട്രിക്സിനെ ഒരു സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ നമുക്കൊരു മെട്രിക്സിൻ്റെ രൂപത്തിലാക്കി എഴുതാം, അല്ലേ? സൊല്യൂഷനും കണ്ടുപിടിക്കാം. ഇവിടെ അതുതന്നെയാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പം നമുക്ക് ഇപ്പോൾ രണ്ട് ലീനിയർ ഇക്വേഷൻസ് ആണ്. a1x + b1y + y = c1, a2x + b2y = c2. അതിനെ നമുക്ക് a1 b1 കോഎഫിഷ്യൻസ് മാത്രം എടുത്തിട്ടും വേരിയബിൾസ് എടുത്തിട്ടും നമുക്ക് എങ്ങനെ എടുക്കാം? ഇങ്ങനെ 3 മെട്രിക്സുകളാക്കി എഴുതാം. അപ്പോൾ ഇതിന് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൊല്യൂഷൻസ് കിട്ടും. അതായത് ഈ മെട്രിക്സിന് സോൾവ് ചെയ്യുമ്പോൾ a1 b2 ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് b1 a2 ഇങ്ങനെയും വരുന്നുണ്ട്. a1 b2 - a2 b1, അതായത് a1/a2 ≠ b1/b2, അല്ലെങ്കിൽ a1 b2 - a2 b1 ≠ 0 എന്നാണ് വരുന്നത്. അതായത് ≠ 0 എന്ന് പറഞ്ഞാൽ ഈ ഡിറ്റർമിനൻസ് then the system of linear equation has a unique solution. ഒരൊറ്റ സൊല്യൂഷനെ അവിടെ ഉണ്ടായിരിക്കുള്ളൂ, ഒരേ ഒരു സൊല്യൂഷനെ ഉണ്ടായിരിക്കുള്ളൂ 0 ആണെങ്കിൽ. the number a1 b2 - a2 b1 which determines uniqueness of solution is associated with the matrix A. ഈ മെട്രിക്സ് ഉണ്ടല്ലോ, നമ്മുടെ a1 b1 a2 b2 എന്നുള്ള ഈ മെട്രിക്സിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഇതെന്താ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഈ മെട്രിക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് യുണീക്ക്നെസ് ഓഫ് സൊല്യൂഷനാണ്, സൊല്യൂഷൻ്റെ യുണീക്ക്നെസ് ആണ്. ഇത് ≠ 0 ആണെങ്കിൽ ഒരൊറ്റ സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഈസ് കോൾഡ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഓർ DET. Determinants have wide applications in engineering, science, economics, social science, etc. എൻജിനീയറിങ്ങിലും സയൻസിലൊക്കെ വൈഡായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്കിനി ഇതാണ് ഡിറ്റർമിനൻ്റ്. ഓക്കെ, നമ്മളിവിടെ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഇവാലുവേറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് എലമെൻറ്റ് 0 ആണല്ലേ, അപ്പോൾ 0 ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് പറയാമെങ്കിലും 0 വരുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് നമ്പേഴ്സ് 0 × 0 ഈ മെട്രിക്സ് മാത്രം കൺസിഡർ ചെയ്യുക. 0 × 0 0, -3 × 3 ചെയ്യാം. അപ്പോൾ 0 × ദാറ്റ് നമ്പർ അത് വേണ്ട. ഇനി മൈനസ്, അടുത്ത സൈന് മൈനസ് ആണ്. ഇവിടെ പോസിറ്റീവാണ്, നെക്സ്റ്റ് മൈനസ് ആണ്. -1 ആണുള്ളത്. 1 × ഈ കോളവും പോയി ഈ റോയും ഒഴിവാക്കുക. -1 × 0 0 ആണ്, 0 -3 × -2 ആണ്, അതായത് +6 ആണ് വരിക, അല്ലേ? +6. അടുത്തത് ഇവിടെ നെഗറ്റീവാണ്, ഇനി പ്ലസ് സൈനാണ് വരിക. +2 ആണ്, അല്ലേ? 2 × ഈ കോളം പോവുക, ഈ റോയും ഒഴിവാക്കുക. അപ്പോൾ ഇതാണ് വരിക മെട്രിക്സ്. 0 × -1 × 3 -3 -0 × -2. 0 × ആയതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ ഇനി -1 × -6 വരും, അല്ലേ? അതായത് +6 വരും. +2 × -3 -6. 6 - 6 എന്താണ്? 0. ഇപ്പം ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 0 ആണ് വന്നിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഞാനെടുത്ത ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആണ് വന്നത്. നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഏത് വാല്യൂ ആണോ ഫസ്റ്റത്തെ എലമെൻ്റ് എടുക്കുക, ആ കോളവും ആ റോയും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മെട്രിക്സ് മാത്രമാണ് വരിക, അല്ലേ? അപ്പോൾ അതിനെ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ചെയ്യുക. ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഇവിടെയുള്ള നമ്പർ അതിൻ്റെ കോളം ഒഴിവാക്കുക, റോയും ഒഴിവാക്കുക. പിന്നെ ഇതും -1 0 3 × -2 അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്തത് ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം.
Properties of determinants. The value of the determinant remains unchanged if its rows and columns are interchanged. നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഓരോ ഇത് ചെയ്യാനും ഓരോന്നിൻ്റെ അപ്ലിക്കേഷൻസിലൊക്കെ വരും കേട്ടോ, ഓരോ പ്രോബ്ലംസിൻ്റെ. അപ്പം വാല്യൂ ഓഫ് ഡിറ്റർമിനൻറ്റ് റിമൈൻസ് അൺചേഞ്ച്ഡ് ഇഫ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ് ആർ ഇൻ്റർചേഞ്ച്ഡ്. ഈ ഡിറ്റർമിനൻറ്റിൻ്റെ റോയും കോളവും തമ്മിൽ ഇപ്പോൾ A1 A2 A3 എന്നുള്ള റോ അത് കോളം ആക്കിയിട്ട് A1 A2 A3 അതിനെ റോയും കോളും ആക്കിയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്താലും അതിൻ്റെ വാല്യൂ ഓഫ് ദാറ്റ് ഡിറ്റർമിനൻറ്റ് നോട്ട് ചേഞ്ച്ഡ്, അത് ചേഞ്ച് ചെയ്യുന്നില്ല, അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. നെക്സ്റ്റ് property 2. If any two rows or columns of a determinant are interchanged, then sign of determinant changes. Any two rows or columns, ഏതെങ്കിലും രണ്ട് റോസും കോളംസും മാത്രമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ നോക്കുക A1 A2 A3 എന്നുള്ള റോ ആണ്, അതിനെ മാറ്റി നമ്മൾ ഈ താഴെയുള്ള C1 C2 C3 അതാണ് മുകളിൽ എഴുതുന്നത്, B1 B2 B3 മാത്രം അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സൈന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് എഴുതിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. C1 C2 C3 വന്നു, A1 A2 A3 താഴെ വന്നു, നടുക്കിൽ അത് സെയിം തന്നെ. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ സൈന് വ്യത്യാസമായിട്ടാണ് വരുന്നത്. രണ്ട് റോസ് മാത്രം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ സൈന് വ്യത്യാസം വരുന്നുണ്ട്. If any two rows or columns of a determinant are identical, all corresponding elements are same, then the value of determinant is 0. ഒരേപോലുള്ള ഡിറ്റർമിനൻറ്റിൽ ഒരേപോലുള്ള വാല്യൂസ്, ഐഡൻറ്റിക്കൽ വാല്യൂസ് ആണെങ്കിൽ ഏതെങ്കിലും റോസിലോ കോളംസിലോ, ഇവിടെ നോക്കുക 3 2 3 3 2 3 അല്ലേ, അപ്പോൾ രണ്ട് റോസ് സെയിം ആണ്. ഏതെങ്കിലും റോസിലോ കോളംസിലോ ഐഡൻറ്റിക്കലായിട്ടാണ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് വരുന്നതെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ്, if each element of a row or column of a determinant is multiplied by a constant k, then its value gets multiplied by k. നമ്മളൊരു ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ അതിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അതൊരു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ KA1 KA2 KA1 KB1 KC1. If each element of a row or a column determinant is multiplied by constant k, അതിൻ്റെ ആൻസറിന് k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവിലും ആ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി 5. ഇനി നമ്മൾ 5th പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്. ഇഫ് സം ഓർ ഓൾ എലമെൻറ്റ്സ് ഓഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനൻ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് 2 or more terms, then the determinant can be expressed as sum of 2 or more determinants. ഇപ്പോൾ നമുക്ക് A1 ഒരു റോയില് A1 + Δ1 A2 + Δ2 A3 + Δ3 എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻസിനെയും അങ്ങനെ രണ്ട് ഡിറ്റർമിനൻസിൻ്റെ സമ്മാക്കി എക്സ്പ്രസ് ചെയ്യുക. A1 A2 A3 എന്നുള്ള അത് വെച്ചിട്ടുള്ളൊരു ഡിറ്റർമിനൻറ്റും ബാക്കി റോസൊക്കെ സെയിം ആണ്. പിന്നെയോ ഇവിടെ ആഡ് ചെയ്തത് എന്താ? അഡീഷണലായിട്ട് വന്ന λ1 λ2 λ1 λ2 λ3 ആണ്. അപ്പം ഈ λ1 λ2 λ3 ഇട്ടിട്ട് ബാക്കിയൊക്കെ അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ള മറ്റൊരു ഡിറ്റർമിനൻറ്റും ആക്കിയിട്ട് സം ഓഫ് ഡിറ്റർമിനൻസ് ആക്കി നമുക്ക് എഴുതാമെന്നാണ് 5th പ്രോപ്പർട്ടി പറയുന്നത്. ഇനി 6th പ്രോപ്പർട്ടി എന്താ പറയുന്നത് നോക്കാം. ഇഫ് ടു ഈച്ച് എലമെൻറ്റ് ഓഫ് എനി റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനൻറ്റ്, ഓരോ എലമെൻറ്റ് കോളത്തിലെയോ റോയിലെയോ ഓരോ എലമെൻറ്റിനെയും ദിക്ക് മൾട്ടിപ്പിൾസ് ഓഫ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് അതർ റോ ഓർ കോളം ആർ ആഡഡ്, then the value of determinant remains same. That is, the value of determinant same if we apply the operations Ri tends to Ri plus Krj. ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്താലും ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം പ്രോപ്പർട്ടീസ്
കഴിഞ്ഞു. ഇതുവരെയുള്ള പ്രോപ്പർട്ടീസ് മനസ്സിലായി. ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ നോക്കാം. ഒരു ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിളാണ്. ഹൂസ് വേർട്ടീസസ് ആർ x1 y1. ഏരിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈസി വേ യൂസിങ് ഡിറ്റർമിനൻസ്. വേർട്ടീസസ് ആണ് തന്നിരിക്കുന്നത് x1 y1 x2 y2 x3 y3. ഇങ്ങനെ വേർട്ടീസസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു x1 x2 x3 y1 y2 y3 1 1 1 കൊടുക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വേർട്ടീസസ് ആർ 3 8 -4 2 ആൻഡ് 5 1. ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഗിവൺ ബൈ ഡെൽറ്റ, അതായത് ഡിറ്റർമിനൻ്റ് ഈക്വൽ ഹാഫ് ഇൻറ്റു x1 x2 x3. ഫസ്റ്റ് പോയിൻറ്റ്സ് 3 -4 5 5 1 ആണ്. 3 -4 5. അപ്പോൾ 3 -4 5 എന്ന് കൊടുത്തു. ഇനി 8 2 1 സെക്കൻഡ് y കോർഡിനേറ്റ്സ് 8 2 1 ആണ്. പിന്നെ 1 1 1. ഇനി അതിനെ ഹാഫ് പുറമെ തന്നെ വെക്കുക. 3 ഇൻറ്റു ഡിറ്റർമിനൻ്റ് കാണുക. മുമ്പ് ചെയ്ത പോലെ ഡിറ്റർമിനൻ്റ് 3 ഇൻറ്റു ഈ കോളവും ഒഴിവാക്കുക, ഈ റോയും ഒഴിവാക്കുക. അപ്പം ബാക്കി കിട്ടുന്നത് 2 1 1 1 എന്നുള്ളതല്ലേ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 1 2 മൈനസ് 1 ഇൻറ്റു 1 1. അതാണ്. ഇനി അടുത്തത് -8 ഇൻറ്റു ഈ കോളം ഒഴിവാക്കുക, ഈ റോയും ഒഴിവാക്കുക. അപ്പോൾ -4 ഇൻറ്റു 1 -4 -5 ഇൻറ്റു 1 -5 പ്ലസ് 1 ഇൻറ്റു ഈ കോളം പോട്ടെ, ഈ റോയും ഒഴിവാക്കുക. -4 ഇൻറ്റു 1 -4 -5 ഇൻറ്റു 2 10 -10. അപ്പോൾ 1/2 ഇൻറ്റു 3 ഇൻറ്റു 2 -1 1 3 ഇൻറ്റു 1 3 -8 ഇൻറ്റു 5 -4 -5 എന്താണ്? -9 ആണ്. -9 ഇൻറ്റു -8 പ്ലസ് 72 -4 പ്ലസ് -10 -14 ഇൻറ്റു 1 -14 തന്നെ. അപ്പോൾ 3 + 72 -14 61/2 വരും. ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വേർട്ടീസസ് 3 8 -4 2 ആൻഡ് 5 1. ഓക്കെ.